ക്യാൻസർ എന്ന അസുഖം പലരെയും കൊല്ലാക്കൊല ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലർക്കും ദോഷമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വയസ്സായവർക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് പോലെയല്ല നമുക്കറിയാത്തതാണെങ്കിൽ പോലും കുഞ്ഞു കുട്ടികൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു മുഖമായി മാറുകയാണ് ഒരു 2 വയസ്സുകാരൻ്റേത്. വളരെയധികം സങ്കടമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ തോന്നുന്നത്. ആ 2 വയസ്സുകാരിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സഹായം ആവശ്യമാണ്. ഇനിയും ലക്ഷങ്ങൾ വേണം. അവരെ സഹായിക്കാനുള്ള വകുപ്പുകളെല്ലാം തന്നെ എല്ലാവരും എല്ലാ വഴിയിലും നോക്കുന്നുണ്ട്. ക്യാൻസർ ബാധിതയായ 2 വയസ്സുകാരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം തേടിയാണ് കുടുംബം എത്തുന്നത്. വയനാട് കമ്പളക്കാട് സ്വദേശി ആയിഷ ഫെൽസയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 60 ലക്ഷം രൂപയാണ് കുടുംബം തേടുന്നത്. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ MP, PJ കുര്യൻ തുടങ്ങിയവർ സഹായം വാഗ്ദാനം ചെയ്തു. ജനുവരി 10-നാണ് ആയിഷ ഫിൽസയുടെ ശസ്ത്രക്രിയ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. വെറും 4 ദിവസം കഴിഞ്ഞാൽ ആ സർജറി നടക്കേണ്ട ദിവസമാകും. അതിനുള്ളിൽ തന്നെ പണം പിരിഞ്ഞു കിട്ടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ്. ഇപ്പോൾ എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശസ്ത്രക്രിയ തീരുമാനിച്ചിരിക്കുന്ന ദിവസം തന്നെ നടത്താനാണ് എല്ലാവരും നോക്കുന്നത്. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിലെ ചികിത്സയിൽ കഴിയുന്ന ആയിഷയുടെ ചികിത്സയ്ക്കായി ഇനിയും പണം ലഭ്യമായിട്ടില്ല. 60 ലക്ഷം രൂപയ്ക്കായി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നാളുകളായി വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുവരെ 30 ലക്ഷം മാത്രമാണ് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. തൻ്റെ ഒരു മാസത്തെ ശമ്പളം ആയിഷയ്ക്കായി നൽകുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ആയിഷയ്ക്കായി എല്ലാവരും സഹായം ചെയ്യണമെന്നും വ്യവസായിക ഉൾപ്പെടെയുള്ളവരോടും സഹായം അഭ്യർത്ഥിക്കുമെന്നും PJ കുര്യനും അറിയിച്ചു. കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പണം ചെലവഴിച്ച് ചികിത്സ നടത്തിയ കുടുംബം ഇപ്പോൾ വലിയ കടക്കണിയിലുമാണ്. സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ബാക്കി പണം ഇനി കണ്ടെത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാം തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുഞ്ഞു മകളുടെ ചിരി കാണുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാതിരിക്കാനാകില്ല. കയ്യിൽ പണമില്ലാത്തവർ പോലും 10 രൂപയായാലും അക്കൗണ്ടിലേക്ക് നൽകാൻ തോന്നും. അത്രയേറെ വിഷമമാണ്. നമ്മുടെ വീടുകളിലെ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർമ്മ വരും. അവരുടെ പുഞ്ചിരി ഓർമ്മ വരും. അതാണ് ആ ഒരു കുഞ്ഞിൻ്റെ കണ്ണിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ പ്രത്യേകത അതാണ്. ഏതൊരു കുഞ്ഞിൻ്റേതാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മുടെ അനുജനെയോ നമ്മുടെ മകളെയോ നമ്മുടെ ചേട്ടൻ്റെ കുഞ്ഞിനെയോ ഒക്കെ തന്നെ നമുക്ക് ഓർമ്മ വരും. സഹോദരങ്ങളുടെ കുഞ്ഞായാലും സുഹൃത്തുക്കളുടെ കുഞ്ഞായാലും അങ്ങനെ പലരുടെയും മുഖം മിങ്ങി മാറിപ്പോകും. അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. തേജസ്സുള്ള കുഞ്ഞുങ്ങളുടെ മുഖത്ത് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾ കാണുന്നുണ്ട്. നാളത്തെ തലമുറയാണ്. ഈ ഒരു കാരണം കൊണ്ട് അവർക്ക് ജീവിതം നഷ്ടപ്പെടരുത്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വേണം പറയാൻ. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രയത്നിക്കുന്നതെന്നുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകൂ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.